statistics. First question, as we go on making such squares, what is the relation between the number of square and the number of matchstick used? ഇവിടെ നമ്മളിത് റിലേഷൻ എഴുതാൻ പറയുമ്പോൾ ഇവിടെ ഫസ്റ്റ് സ്ക്വയറിൻ്റെ എണ്ണം 1 ആകുമ്പോൾ മാറ്റിസ്റ്റിക്കിൻ്റെ എണ്ണം എത്രയാണ്? 4 ആണ്. സ്ക്വയറിൻ്റെ എണ്ണം 2 ആകുമ്പോൾ മാറ്റിസ്റ്റിക്കിൻ്റെ എണ്ണം 8 ആണ്. അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്താൽ മതി? 4 × 2 എന്ന് പറഞ്ഞാൽ മതിയല്ലോ. ഇനി മാറ്റിസ്റ്റിക്സ് സ്ക്വയറിൻ്റെ എണ്ണം 3 ആകുമ്പോൾ മാറ്റിസ്റ്റിക്കിൻ്റെ എണ്ണം എത്രയാണ്? 3 ഇത് 4 3 3 × 4 അല്ലേ? 3 4 12 എഴുതാം, അല്ലെങ്കിൽ 8 4 12 എഴുതാം. ശരിയല്ലേ? അല്ലെങ്കിൽ 4 × 3 എങ്ങനെ വേണമെങ്കിൽ ചെയ്യാം. അപ്പം ഇതാണ് റിലേഷൻ നമുക്ക് എഴുതാനുള്ളത്. അപ്പോൾ റിലേഷൻ എഴുതേണ്ടത് എങ്ങനെയാണ്? ദി നമ്പർ ഓഫ് മാറ്റിസ്റ്റിക്സ് ഈസ് ഈക്വൽ ടു number of matchsticks is equal to 4 into number of square. എത്ര എഴുതിയാൽ പോരെ? 4 into number of square. ഇതാണ് ഫസ്റ്റ് വണ്ണിൻ്റെ ആൻസർ ആയിട്ട് നിങ്ങൾ എഴുതേണ്ടത്. ഇനി സെക്കൻഡ് ക്വസ്റ്റ്യൻ, റൈറ്റ് ദിസ് റിലേഷൻ ഡിനോട്ടിങ് ദി നമ്പർ ഓഫ് സ്ക്വയർ ബൈ എസ് ആൻഡ് നമ്പർ ഓഫ് മാച്ചിസ്റ്റിക് ബൈ എം ആണെങ്കിൽ രണ്ടാമത്തെ ചോദ്യത്തിൻ്റെ ആൻസർ ആയിട്ട് മാച്ചിസ്റ്റിക്കിനെ എം എന്ന് വിളിച്ചാൽ എം ഇസ് ഈക്വൽ ടു എങ്ങനെ എഴുതിയാൽ മതി? 4 × S എന്ന് എഴുതിയാൽ പോരെ? സ്ക്വയറിൻ്റെ എണ്ണത്തിന് എസ് എന്നും മാച്ചിസ്റ്റിക്കിൻ്റെ എണ്ണത്തിന് എം എന്നും വിളിച്ചാൽ എം ഇസ് ഈക്വൽ ടു 4 × S. ഇതാണ് സെക്കൻഡ് ക്വസ്റ്റ്യൻ്റെ ആൻസർ. ഓക്കെ, അടുത്ത ചോദ്യം, വാട്ട് കൈൻഡ് ഓഫ് എ നമ്പേഴ്സ് ആർ എസ് ആൻഡ് എം ഇൻ ദിസ്? ഇതിനകത്ത് എമ്മും എസ്സും ഏത് ടൈപ്പ് നമ്പേഴ്സ്? ശരിക്കും തീർച്ചയായിട്ടും അവർ എന്തായിരിക്കും? വോൾ നമ്പേഴ്സ് ആയിരിക്കും. ഒരിക്കലും ഡെസിമൽ നമ്പറോ അങ്ങനെയൊന്നും വരില്ല കേട്ടോ, ഫ്രാക്ഷനായിട്ടൊന്നും വരില്ല, വോൾ നമ്പറേ വരുള്ളൂ.